നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ അത് വില കൂടുതലാണെങ്കിലും വില കുറഞ്ഞതാണെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ആർക്കും പെട്ടെന്ന് സഹിക്കാൻ സാധിക്കില്ല. നമ്മളത് കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ശ്രമിക്കാറുണ്ട്. സാധാരണ നമ്മൾ നമ്മുടെ മൊബൈലിൽ ഫൈൻഡ് മൈ ഡിവൈസ് സെറ്റ് ചെയ്ത് വെക്കും. മെയിൽ ഐ ഡിയും പാസ്വേഡും ലൊക്കേഷനുമൊക്കെ ഓൺ ചെയ്തിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കും. ഇനി അത് ലഭിച്ച ആൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എവിടെയാണ്, ഏത് സ്ഥലത്താണ് ഈ മൊബൈൽ യൂസ് ചെയ്യുന്നത് എന്ന ലൊക്കേഷനൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്യുന്നത്. എന്നാൽ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടി ഉണ്ട്. നമുക്ക് ആ മൊബൈൽ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ടെക്നിക്ക്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ട വിവരം അവിടെ അറിയിച്ച് ഒരു പരാതി കൊടുക്കുക. ആ പരാതിയിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ മോഡൽ നമ്പറും നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ആ മൊബൈൽ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ ആ പരാതിയിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ മൊബൈലിൻ്റെ, അതായത് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ CEIR എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും CEIR എന്ന ആ ഒരു സൈറ്റ്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോസ്റ്റ് യുവർ മൊബൈൽ എന്ന ഒരു സൈറ്റ് നിങ്ങൾക്ക് ഓപ്പണായിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ ബ്ലോക്ക് സ്റ്റോലൻ ലോസ്റ്റ് മൊബൈൽ എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ഒരു റെഡ് കളറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഡിവൈസ് ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. ഇവിടെ മൊബൈൽ നമ്പർ 1 എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇനി 2 നമ്പർ യൂസ് ചെയ്യുന്ന മൊബൈലാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ 2 എന്നും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ 2 നമ്പറും നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം IMEI നമ്പർ നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 സിം ഉപയോഗിക്കുന്ന മൊബൈലാണെങ്കിൽ 2 IMEI നമ്പർ ഉണ്ടാകും. നിങ്ങൾ വാങ്ങിയ മൊബൈലിൻ്റെ ബോക്സിൽ തന്നെ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഇവിടെ IMEI 1 എന്നും IMEI 2 എന്നും ഉള്ള സ്ഥലത്ത് രണ്ടും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഡിവൈസ് ബ്രാൻഡ് എന്ന ഭാഗത്ത് ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ ബ്രാൻഡ് ഏതാണ് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിവൈസ് മോഡൽ, ഏത് മോഡൽ മൊബൈലാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ അപ്ലോഡ് മൊബൈൽ പർച്ചേസ് ഇൻവോയ്സ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അത് പർച്ചേസ് ചെയ്ത ഇൻവോയ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോസ്റ്റ് പ്ലേസ് എന്ന് കാണാൻ സാധിക്കും. എവിടെ വെച്ചാണ് നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടത് ആ പ്ലേസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സെലക്ട് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ സെലക്ട് ഡിസ്ട്രിക്റ്റ് അവിടെയും സെലക്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഇവിടെ പോലീസ് കംപ്ലയിൻറ്റ് നമ്പർ എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ കൊടുത്ത ആ ഒരു കംപ്ലയിൻറ്റിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്യുക. ഇവിടെ ലോസ്റ്റ് ഡേറ്റ് എന്ന ഭാഗത്ത് ഏത് ദിവസമാണ്, ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് ഫോൺ നഷ്ടപ്പെട്ടത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് പോലീസ് സ്റ്റേഷൻ, ഏത് പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങൾ പരാതി കൊടുത്തത് ആ ഒരു പോലീസ് സ്റ്റേഷൻ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് പോലീസ് കംപ്ലയിൻറ്റ്, ആ ഒരു കംപ്ലയിൻറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾ ഇവിടെ ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ ഓണർ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ തൊട്ട് താഴെ ഐഡൻറ്റിറ്റി, നിങ്ങൾ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഏതാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്യുന്ന ഐഡൻറ്റിറ്റി ഇവിടെ ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതായത് നിങ്ങൾ ആധാർ കാർഡാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ
ഒരു കോപ്പി ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐഡൻറ്റിറ്റി നമ്പർ എന്ന ഭാഗത്ത് ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച കൃത്യമായിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ ദ ടെക്സ്റ്റ് ഇൻ ഇമേജ് എന്ന ഭാഗത്ത് ഈ ഒരു ക്യാപ്ച നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ മൊബൈൽ നമ്പർ ഫോർ OTP എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഗെറ്റ് OTP എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ നമ്പറിൽ ഒരു OTP വരുന്നതായിരിക്കും. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ചെക്ക് ബോക്സിൽ ഇവിടെ നിങ്ങൾക്കൊരു ചെക്ക് ബോക്സ് കാണാൻ സാധിക്കും. അവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ യൂസ് ചെയ്യുന്ന, അതായത് ആരെങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ഇവിടെ സബ്മിറ്റ് കൊടുത്തതിലേക്ക് ആ ഒരു മൊബൈലിൻ്റെ മൊത്തം ഇൻഫർമേഷൻ അതിലേക്ക് ആഡ് ആകുകയും ബ്ലോക്ക് ആകുകയും ചെയ്യും. അവർ ഒരിക്കലും ആ മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്നാൽ അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിവിടെ കൊടുത്ത ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിലേക്ക് തന്നെ ആ ഒരു ഇൻഫർമേഷൻ വളരെ ഫാസ്റ്റായിട്ട് എത്തുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുവരെയായിട്ടും 4,98,727 മൊബൈലാണ് ഇങ്ങനെ ബ്ലോക്ക്ഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട്. ഇനി മൊബൈൽ ട്രേസ്ഡ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2,47,604 മൊബൈലുകൾ ട്രേസ് ചെയ്യാനും ഈ ഒരു മെത്തേഡിലൂടെ സാധിച്ചിട്ടും ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഈ മൊബൈൽ തിരിച്ച് കിട്ടുകയാണെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. അവർക്കൊരിക്കലും ഈ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി ഈ മൊബൈൽ നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യണം. ഇവിടെ ഗ്രീൻ കളറിൽ നിങ്ങൾ കാണാൻ സാധിക്കും അൺബ്ലോക്ക് ഫൗണ്ട് മൊബൈൽ എന്ന ആ ഒരു ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് ആ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ റിക്വസ്റ്റ് ID, അതുപോലെ തന്നെ ഇവിടെ പേഴ്സൺ ഫോർ അൺബ്ലോക്കിംഗ് എന്ന ഭാഗത്ത് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത് ഈ ഒരു ക്യാപ്ചയും കൂടി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ, നിങ്ങൾക്ക് ആ OTP വന്ന ആ ഒരു മൊബൈൽ നമ്പറും കൂടി എൻ്റർ ചെയ്തിട്ട് ഇവിടെ ഗെറ്റ് OTP അടിച്ചിട്ട് സബ്മിറ്റ് കൊടുത്താൽ മാത്രമേ ഈ ഒരു നഷ്ടപ്പെട്ട മൊബൈൽ നമുക്ക് അൺബ്ലോക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക, അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്ക് ഇത് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, യൂസ് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ബ്ലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും ഒക്കെ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.